ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് മക്കൾക്ക് 1-ാം ക്ലാസ് മുതൽ 6-ാം ക്ലാസ് വരെയുള്ള മക്കൾക്ക് ഏതൊക്കെ പാഠങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് കേട്ടോ. ഓരോ വിഷയത്തിലും ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യമാണ് നോക്കുക. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്രദമാവട്ടെ കേട്ടോ. നോക്കൂ മക്കളെ, ആദ്യം 1-ാം ക്ലാസ്സിലെ മക്കൾക്ക് നമുക്ക് ഡിസംബറിൽ തീർക്കാനുള്ളത് പച്ചക്കറി തോണി എന്ന് പറയുന്ന പാഠം വരെയാണ് മലയാളത്തിൽ കേട്ടോ. പറവ പാറി എന്നുള്ള പാഠം, പൂവ് ചിരിച്ചു, മാനത്ത് പട്ടം, പിറന്നാൾ സമ്മാനം, ഇത്രയും പാഠങ്ങൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഇനി ഓണപരീക്ഷയ്ക്ക് അത്രയും പാഠങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ആ പാഠങ്ങളോട് കൂടെ മണ്ണിലും മരത്തിലും, പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം, പെയ്യട്ടങ്ങനെ പെയ്യട്ടെ, ആഹാ എന്ത് സ്വാദ്, വീട് കെട്ടണം, ടിയാ പച്ചക്കറി തോണി, ഇത്രയും പാഠങ്ങൾ കൂടെ ഉണ്ട്. ഈ പാഠങ്ങൾ കൂടെ പഠിക്കുക. അതുപോലെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ആദ്യത്തെ 4 യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. ഫസ്റ്റത്തെ യൂണിറ്റ് ഹോങ്കോങ് ടൂട്ടോട്ട്, സെക്കൻഡ് യൂണിറ്റ് ബാക്ക് ടു ഗ്രീന്, പിന്നെ തേർഡ് യൂണിറ്റ് മിയോ, ഫോർത്ത് യൂണിറ്റ് ദ ടീം റെയിൻ. ഇത്രയും പാഠങ്ങളാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അടുത്ത വിഷയം ഗണിതമാണ്. ഗണിതത്തിൽ ഡിസംബർ വരെ നോക്കൂ, കൂടിയതും കുറഞ്ഞതും വരെയുള്ള പാഠങ്ങളുണ്ട് കേട്ടോ. വരമേളം, തിത്തിരിക്കിളിയും ചങ്ങാതിമാരും, നടന്നങ്ങനെ, ആമിയുടെ പിറന്നാൾ, പൂക്കാലം വരവായി, അലമാരയിലെ കൂട്ടുകാർ, കൂടിയതും കുറഞ്ഞതും, ഇങ്ങനെ ആകെ 7 പാഠങ്ങളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. ഇനി നമുക്ക് 2-ാം ക്ലാസ്സിലെ മക്കളുടെ സ്കീം ഓഫ് വർക്ക് നോക്കാം. അവർക്ക് ആദ്യത്തേത് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സ്റ്റാർ ഇൻ ദ ജാർ എന്നുള്ള ചാപ്റ്റർ വരെ ഉണ്ടായിരിക്കും. അതായത് 4 യൂണിറ്റുകൾ. ഫസ്റ്റ് യൂണിറ്റ് എൻ അംബ്രല്ല ഫോർ ഓൾ, സെക്കൻഡ് യൂണിറ്റ് എ പീസ് ഓഫ് കേക്ക്, തേർഡ് യൂണിറ്റ് ദ വില്ലേജ് ഓഫ് ബേർഡ്സ്, ഫോർത്ത് യൂണിറ്റ് സ്റ്റാർ ഇൻ ദ ജാർ. ഈ 4 ചാപ്റ്റേഴ്സും അതിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഗ്രാമർ ബേസ് ചെയ്തിട്ട് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതൊക്കെ നോക്കി പോകാം. അടുത്തത് 2-ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിന് നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന പാഠം വരെ ഉണ്ടായിരിക്കും കേട്ടോ. എക്സാമിന് അടുക്കളയിലെ രൂപങ്ങൾ, ഒളിച്ചേ കണ്ടേ, നല്ല നാടിനായി നല്ല നാളേക്കായി, സമ്മാനപ്പൊതി, ഒന്നായി ചേരാം നന്നായി വളരാം, വനോത്സവം, ചങ്ങാതിക്കൂട്ടം, ഈ 7 പാഠങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും അതുപോലെ തന്നെ ഫസ്റ്റത്തെ 7 ചാപ്റ്റേഴ്സ് കേട്ടോ. ഇനി നമുക്ക് 3-ാം ക്ലാസ്സിലെ മക്കളുടേത് നോക്കാം. 3-ാം ക്ലാസ്സിലെ മക്കളുടേത് ആദ്യം മലയാളമാണ്. മലയാളം നിങ്ങൾക്ക് 4 യൂണിറ്റുകൾ ഉണ്ടായിരിക്കും പരീക്ഷയ്ക്ക്. ഫസ്റ്റത്തെ യൂണിറ്റ് കനകച്ചിലങ്ക, സെക്കൻഡ് യൂണിറ്റ് പലഹാരപ്പൊതി, 3-ാമത്തെ യൂണിറ്റ് മനുഷ്യന്റെ കൈകൾ, 4-ാമത്തെ യൂണിറ്റ് അപ്പുപെന്താടി. അപ്പൊ അപ്പുപെന്താടിയിലെ പാഠങ്ങൾ ഉണ്ടല്ലോ, ആ പാഠങ്ങൾ വരെ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി പോവുക. ഇനി 3-ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ പാഠങ്ങൾ ബ്ലൂംസ് ആൻഡ് ബ്രീസ് വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. 4 യൂണിറ്റുകൾ. ആദ്യത്തെ യൂണിറ്റ് ടെൻഡർ ടച്ച്, സെക്കൻഡ് യൂണിറ്റ് ഫെസ്റ്റീവ് ഫൺ, തേർഡ് യൂണിറ്റ് ഇൻ ഹാർമണി, ഫോർത്ത് യൂണിറ്റ് ബ്ലൂംസ് ആൻഡ് ബ്രീസ്. ഈ 4 യൂണിറ്റ്സ് നല്ലതുപോലെ പഠിക്കുക, വായിക്കുക. അതുപോലെ അതിൽ ചെയ്ത ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നോക്കി പോവുക. അടുത്തതായിട്ട് 3-ാം ക്ലാസ്സിലെ മക്കൾക്കുള്ള ഗണിതം. നിങ്ങൾക്ക് ഗണിതത്തിന് 9 പാഠങ്ങൾ ഉണ്ടായിരിക്കും. രൂപങ്ങൾ വരയ്ക്കാം, സംഖ്യകൾ കൂട്ടുകാർ, 1000 കൂട്ടുകൂടാം, അളന്നു കുറിക്കാം, കൂട്ടി, കൂട്ടണോ കുറയ്ക്കണോ, ടിക് ടിക് ടിക്, ഇരട്ടിയും മടങ്ങും. ഈ 9 പാഠങ്ങൾ പഠിക്കുക. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും തന്നെ ആദ്യത്തെ 9 ചാപ്റ്റേഴ്സ് ആണ് ഈ എക്സാമിനുള്ളത് കേട്ടോ. അടുത്തതായി നമുക്ക് 3-ാം ക്ലാസ്സിലെ മക്കളുടെ പരിസര പഠനം നോക്കാം. പരിസര പഠനത്തിൽ നിങ്ങൾക്ക് 6 പാഠങ്ങൾ ഉണ്ടായിരിക്കും. ഹരിതഭൂമി, ജന്തുലോകത്തേക്ക്, ജലവും മണ്ണും, വൃത്തി നൽകും ശക്തി, ആഹാരവും ആരോഗ്യം, സുരക്ഷിത ജീവിതം. ഈ 6 പാഠങ്ങൾ ആണ് എക്സാമിനുള്ളത്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും അതുപോലെ തന്നെ ആദ്യത്തെ 6 യൂണിറ്റ്സ്. ഓക്കെ. ഇനി 4-ാം ക്ലാസ്സിലെ മക്കളുടെ സ്കീം ഓഫ് വർക്ക് നോക്കാം. ഇംഗ്ലീഷിൽ അവർക്ക് 4 യൂണിറ്റ്സ് ആണുള്ളത്, ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് വരെ. അതായത് ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്ക് ബിയോണ്ട് ഫിയർ എന്നുള്ള യൂണിറ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ലിറ്റിൽ ഹാൻഡ്സ്, ബിഗ് കറേജ്, എവറിഡേ ഹീറോസ്, ദ ട്രിക്ക് ഓഫ് കിച്ചു, ഈ 4 പാഠങ്ങളാണുള്ളത്. പിന്നെ സെക്കൻഡ് യൂണിറ്റ് വോയിസസ് ഇൻ യൂണിസൺ, അതിൽ നിങ്ങൾക്ക് ദ റെയിൻബോ പീപ്പിൾ, ആൻഡ്സ്, പിന്നെ അതുപോലെ ഹൂ ഫ്ലൈസ് ദ കൈറ്റ്, ഈ 3 പാഠങ്ങളാണുള്ളത്. തേർഡ് യൂണിറ്റ് പേജസ് ഓഫ് വണ്ടർ, അതിൽ നിങ്ങൾക്ക് ദ കളർഫുൾ ട്രഷർ, ദെൻ ഗുഡ് ബുക്സ്, എ ബുക്ക് ഫോർ പുച്കോ, ഈ 3 പാഠങ്ങളാണുള്ളത്. 4-ാമത്തെ യൂണിറ്റ് ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് ആയിരുന്നു. അതിൽ ദ സ്റ്റോൺ സോപ്പ്, ബീയിങ് ഹെൽത്തി, ഇത്രയും ഈ 2 പാഠങ്ങൾ വരെയാണ് 4-ാമത്തെ യൂണിറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഈ പാഠങ്ങളെല്ലാം വായിക്കുക, അതിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം നോക്കുക. അടുത്തതായി 4-ാം ക്ലാസ്സിലെ മക്കൾക്ക്
മാത്സ് നിങ്ങൾക്ക് ഗണിതം നിങ്ങൾക്ക് വരകൾ, രൂപങ്ങൾ, പിന്നെ ആയിരവും കടന്ന് എത്ര സംഖ്യകൾ, കൂടുന്ന കൂട്ടം, നേരമായി, കുറയുന്ന കൂട്ടം, അത്രയും പാഠങ്ങളാണ് നിങ്ങൾക്ക് ഒക്ടോബർ വരെ ഉള്ളത്. ഇതോടൊപ്പം പെരുക്കൽ പെരുമ 7ാമത്തെ പാഠമായിട്ടുള്ള പെരുക്കൽ പെരുമ, 8ാമത്തെ പാഠമായിട്ടുള്ള ഇങ്ങനെ അളക്കാം ഈ പാഠങ്ങളും കൂടെ ഉണ്ടായിരിക്കും ഡിസംബർ വരെ. അപ്പോൾ നമുക്ക് സ്കീം ഓഫ് വർക്കിൽ ഒക്ടോബർ വരെ ഉള്ളതേ വന്നിട്ടുള്ളൂ. അതിനുശേഷമുള്ള 2 പാഠങ്ങൾ കൂടെ വേണം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും അതുപോലെ തന്നെ ആദ്യത്തെ 8 ചാപ്റ്റേഴ്സാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഈ 4ാം ക്ലാസ്സിലെ മക്കളുടെ പരിസര പഠനത്തിൽ ആദ്യത്തെ 6 പാഠങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ജീവികളും ചുറ്റുപാടും, ഇന്ത്യൻ്റെ രാജ്യം, ചിറകുള്ള കൂട്ടുകാർ, കലാകേരളം, പല രൂപത്തിൽ നമുക്ക് ചുറ്റും, ആകാശ കാഴ്ചകൾ. അതുപോലെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ്. ഇനി നമുക്ക് 5ാം ക്ലാസ്സിലെ മക്കളുടേത് നോക്കാം. 5ാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലി നിങ്ങൾക്ക് നോക്കൂ മക്കളെ. ആദ്യം ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നുള്ള യൂണിറ്റാണ്. അതിൽ നിങ്ങൾക്ക് മണ്ണിന്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡെയ്സി ചെടി, ഈ 3 പാഠങ്ങളുണ്ട്. പിന്നെ ഒപ്പം ചിരിക്കാം, ഓർത്ത് ചിരിക്കാം. അതിൽ നിങ്ങൾക്ക് വായുവില്ലാത്ത ലോകം, കടങ്കഥ, നീർനാഗം, 3 പാഠങ്ങളാണുള്ളത്. നടന്ന് നടന്ന് പിന്നെ പറന്ന് അതിൽ ഇടുക്കിയുടെ താജ്മഹൽ, ഉയരങ്ങളിലേക്കൊരു യാത്ര, ഉണ്ണിയുടെ വിമാനയാത്ര, പിന്നെ അതുപോലെ കുടയോളം ഭൂമി 4ാമത്തെ യൂണിറ്റ്. അതിൽ മഴ ചാറുമ്പോൾ ഇതാ ഒരു മായാലോകം. ഇത്രയും പാഠങ്ങൾ നല്ലതുപോലെ വായിക്കണം കേട്ടോ. അടുത്തതായിട്ട് അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലാണ്. അതിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ 2 യൂണിറ്റുകളിലെ മുഴുവൻ പാഠങ്ങളും വേണം. 1ാമത്തെ യൂണിറ്റ് കളിയല്ല കളി എന്നതാണ്. അതിൽ 3 പാഠങ്ങളുണ്ട്. ടോമോയിലെ കായികമേള, കാട്ടിലെ കളികൾ, പന്ത് കളിക്കാനൊരു പെൺകുട്ടി. 2ാമത്തെ യൂണിറ്റ് കനിവായ് നിലാവ എന്നതാണ്. അതിൽ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു, പരിക്കേറ്റ കുട്ടി, നന്മ പൂക്കൾ. ഇത്രയും പാഠങ്ങൾ വേണം. എക്സാമിന് ഇത്രയും പാഠങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തതായിട്ട് ഹിന്ദിയാണ്. ഹിന്ദി നിങ്ങൾക്ക് ആദ്യത്തെ 4 യൂണിറ്റുകളിലെ പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത് കേട്ടോ. ഇനി 5ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിൽ 4 യൂണിറ്റുകളുണ്ട്. 1ാമത്തെ യൂണിറ്റ് ദ വാംത്ത് ഓഫ് ലവ് ആണ്. അതിൽ ദ കിസ്സിങ് ഹാൻഡ്, പിന്നെ അതുപോലെ ഫ്രണ്ട്, ദ ഡോട്ട്, 3 പാഠങ്ങളാണുള്ളത്. പിന്നെ സെക്കൻഡ് യൂണിറ്റ് ദ വിങ്സ് ഓഫ് ഡ്രീംസ് ആണ്. അതിൽ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്, റെയിൻ ഇൻ സമ്മർ, ദെൻ അത്രയും, പിന്നെ ആര്യ ഇൻ ദ കോക്പിറ്റ്, 3 പാഠങ്ങളുണ്ട്. പിന്നെ 3 യൂണിറ്റ്, തേർഡ് യൂണിറ്റ് ടെൻഡർ ഷൂട്ട്സ് ആണ്. അതിൽ ദ മൂൺ, റബേക്ക, ദ ചേഞ്ച് മേക്കർ, ദ ഹണി മാംഗോ ട്രീ, 3 പാഠങ്ങളുണ്ട്. ഇതുകൂടാതെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ ഹീലിംഗ് ടച്ചിലെ സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്നുള്ള ചാപ്റ്റർ ഉണ്ടായിരിക്കും. ഈ ചാപ്റ്റേഴ്സ് വായിക്കുക. അതുപോലെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തു നോക്കുക. ആക്ടിവിറ്റീസ് എല്ലാം ഗ്രാമർ വരുന്ന പാർട്ടെല്ലാം നല്ലതുപോലെ നോക്കുക. ഇനി 5ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിൽ ആദ്യത്തെ 9 പാഠങ്ങൾ ഉണ്ടായിരിക്കും. വരകളും വട്ടങ്ങളും, സംഖ്യാലോകം, ഗുണനരീതികൾ, ഹരണരീതികൾ, ഭാഗങ്ങളുടെ സംഖ്യകൾ, സമയത്തോടൊപ്പം അളവ് കണക്ക്, ഭിന്നസംഖ്യകൾ, സംഖ്യാബന്ധങ്ങൾ, ഈ 9 പാഠങ്ങൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് അതുപോലെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് 9 ചാപ്റ്റേഴ്സാണ് കേട്ടോ നോക്കേണ്ടത്. അതുപോലെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെത് നോക്കാം. അടിസ്ഥാന ശാസ്ത്രത്തിലെ 5 പാഠങ്ങളാണുള്ളത്. ഒറ്റയുള്ളൊരു ജീവിയും, വ്യാധികൾ പടരാതിരിക്കാൻ, ജലം, നിത്യജീവിതത്തിൽ, ജീവനുള്ള വിത്തുകൾ, കയ്യെത്തും ദൂരത്ത്, ആകാശം. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണെങ്കിൽ അതുപോലെ തന്നെ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ്, ദ സ്കൈ നിയർ അറ്റ് ഹാൻഡ് എന്നുവരെയുള്ള ചാപ്റ്റേഴ്സ് വരെയുള്ള പാഠങ്ങളായിട്ടോ. സാമൂഹ്യ ശാസ്ത്രത്തിൽ പീലിയുടെ ഗ്രാമം, ഭക്ഷണവും മനുഷ്യരും, തൊഴിൽ വൈവിധ്യങ്ങൾ, വസ്ത്രത്തിന്റെ നാൾവഴികൾ, വരയ്ക്കാം വായിക്കാം, ജനങ്ങളാൽ, ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ, നാടറിയാം. ഇത്രയും 8 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് അതുപോലെ തന്നെ ആദ്യത്തെ 8 ചാപ്റ്റേഴ്സ്. ഇനി നമുക്ക് 6ാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലി നോക്കാം. അതായത് മലയാളം ഫസ്റ്റ്. ആദ്യത്തെ യൂണിറ്റ് അമൃതം നുകരാം എന്ന യൂണിറ്റാണ്. അതിൽ അടുക്കള, ചട്ടിപ്പത്തിരി, കോയക്കട്ട, 3 പാഠങ്ങളുണ്ട്. പിന്നെ 2ാമത്തെ യൂണിറ്റ് നടുകിൽ തിന്നാം. അതിൽ കോയയുടെ ചെറിയ വസ്തുക്കൾ, ഗാന്ധിജിയുടെ അതിഥി, തൊഴിലിന്റെ രുചിയും ഭാഷയുടെയും, ഇങ്ങനെ 3 പാഠങ്ങൾ. പിന്നെ നൽകുകിൽ നേടാം. അതിൽ വയൽ കാഴ്ചകൾ, അതിജീവനത്തിന്റെ തുടക്കം, ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഇത്രയും പാഠങ്ങൾ. ഇനി 4ാമത്തെ യൂണിറ്റ് അറിഞ്ഞു വിടരാം. അതിൽ ആദ്യത്തെ പറക്കൽ, ശാസ്ത്രം മുന്നേറുന്നു, പന്തങ്ങൾ, ഈ 3 പാഠങ്ങൾ. ഇത്രയും പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. 6ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇതുപോലെ ആദ്യത്തെ 4 യൂണിറ്റുകളുടെ പാഠങ്ങൾ പ്രതീക്ഷിക്കാം. ഫസ്റ്റ് യൂണിറ്റിൽ ഓഫ് മെനി ഹ്യൂസ് എന്ന യൂണിറ്റാണ്. അതിൽ നെയിംസ് ആൻഡ് നെയിംസ്, ദെൻ ദ കളേഴ്സ് ഓഫ് എർത്ത്, ക്രോബോയ്, ഇങ്ങനെ 3 പാഠങ്ങൾ. പിന്നെ 2ാമത്തെ യൂണിറ്റ് ടുവാർഡ്സ് ന്യൂ ഹൊറിസോൺ ആണ്. അതിലെ ആദ്യത്തെ പാഠം ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ്, ദെൻ ദ എയറോപ്ലെയിൻ, മൗസ്ട്രോണോട്ട്.
പിന്നെ മൂന്നാമത്തെ യൂണിറ്റ് എംബ്രേസിംഗ് ഡിഫറൻസസ് ആണ്. അതിൽ ദ 6 ടോട്ട്സ്, ഹെലോ ആം എ വീൽചെയർ, എ ഫ്രണ്ട് ലൈക്ക് സൈമൺ, ഇത്രയും 3 പാഠങ്ങളുണ്ട്. പിന്നെ നാലാമത്തെ യൂണിറ്റ് ഫോർ ഹാഫ് ദ സ്കൈ ആണ്. അതിൽ ദ വൈ വൈ ഗേൾ ആൻഡ് ദ ഹാർട്ട് ഓഫ് എ വുമൺ, 2 പാഠങ്ങൾ. ഈ 2 പാഠങ്ങളാണ് നാലാമത്തെ യൂണിറ്റിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പോൾ എല്ലാ പാഠങ്ങളും ആദ്യം മുതലുള്ള ഈ നാലാമത്തെ യൂണിറ്റിൽ ഈ 2 പാഠങ്ങൾ വരെയുള്ള പാഠങ്ങളൊക്കെ വായിക്കുക. അടുത്തത് ഹിന്ദിയാണ്. ഹിന്ദിയിൽ അതുപോലെ 4 യൂണിറ്റിനാണുള്ളത്. നാലാമത്തെ യൂണിറ്റിലെ 2 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരാവുന്നത് കേട്ടോ. ഇനി 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിൽ ബേസിക് സയൻസിൽ നിങ്ങൾക്ക് ആദ്യത്തെ 6 യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. കാന്തിക ലോകത്തെ അത്ഭുതം, നിവർന്നു നിൽക്കാം, ആദ്യം ആഹാരത്തിലൂടെ ആരോഗ്യം, കാന്തിക ലോകത്തെ അത്ഭുതം, നിവർന്നു നിൽക്കാം, പൂക്കാം കായ്ക്കാം. പിന്നെ അതുപോലെ 5ാമത്തെ യൂണിറ്റ് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ, 6ാമത്തെ യൂണിറ്റ് ജീവന്റെ കുഞ്ഞറകൾ. ഇത്രയും പാഠങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ബേസിക് സയൻസ് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ അതുപോലെ തന്നെ ടൈനി ചേമ്പേഴ്സ് ഓഫ് ലൈഫ് വരെയുള്ള ചാപ്റ്റേഴ്സ്. അടുത്തത് സാമൂഹ്യശാസ്ത്രമാണ്. സാമൂഹ്യശാസ്ത്രം നിങ്ങൾക്ക് നോക്കൂ, വരുന്ന പാഠങ്ങൾ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും, ആദ്യകാല രാഷ്ട്രവും ഗവൺമെന്റും, ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്, സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും, കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്, ഭൂഖണ്ഡങ്ങളിലൂടെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്, ഭരണഘടനയ്ക്കൊരു മുഖവുര. ആദ്യത്തെ 9 പാഠങ്ങൾ. ഓക്കെ, ഫസ്റ്റ് 9 ചാപ്റ്റേഴ്സ് ആണ് സോഷ്യൽ സയൻസിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയിൽ നോക്കൂ. 1ാമത്തെ യൂണിറ്റ് മനസ്സു തുറക്കാം എന്ന യൂണിറ്റാണ്. അതിൽ മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു, തായ്മൊഴി പീലികൾ, മാതൃഭാഷയും പരിസ്ഥിതിയും, ശന്തനുവിന്റെ പക്ഷികൾ, ഇങ്ങനെ 4 പാഠങ്ങളുണ്ടായിരുന്നു. പിന്നെ 2ാമത്തെ യൂണിറ്റ് പൂത്തു തിമിർക്കാം. അതിൽ വരയും വരിയും, മീനും ഞാനും, കളിക്കിടയിൽ വെള്ളം മുങ്ങുമ്പോൾ, ഇങ്ങനെ 4 പാഠങ്ങളുണ്ട്. ഇത്രയും പാഠങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് ഗണിതമാണ്. മാത്സിൽ 7 പാഠങ്ങളാണ് നോക്കേണ്ടത്. കോണുകൾ, ഒരു ഭിന്നം, പല രൂപം, വ്യാപ്തം, ഭാഗക്കണക്കുകൾ, ദശാംശ രൂപങ്ങൾ, ഗുണിതങ്ങളും ഘടകങ്ങളും, പണക്കണക്കുകൾ, മാറാത്ത ബന്ധങ്ങൾ, വരകളും കോണുകളും, ഇങ്ങനെ 7 പാഠങ്ങൾ. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണെങ്കിൽ ആദ്യത്തെ 7 ചാപ്റ്റേഴ്സ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് എല്ലാ വിഷയങ്ങളിലും നല്ലതുപോലെ പഠിക്കുക. നിങ്ങൾ സ്കൂളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതുപോലെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലതുപോലെ വായിച്ചു പോവുക. പാഠം വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വായിക്കുക കേട്ടോ. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് മിസ് ചെയ്യാതെ കാണുക. കണ്ടിന്യൂസ് ആയിട്ട് ആ വീഡിയോസ് എല്ലാം കാണുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്